കോഴിക്കോട് പുതിയ പാലം മേൽപ്പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി ബി.ജെ.പി. രംഗത്തെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നിർമ്മാണം തിരക്കിട്ട് പൂർത്തിയാക്കാനുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ നീക്കം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന് ബി.ജെ.പി. ആരോപിച്ചു. നിർമ്മാണ രീതി പുനഃപരിശോധിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് പാർട്ടി തീരുമാനം. 2022 നിർമ്മാണോദ്ഘാടനം 1.5 വർഷം കൊണ്ട് തീർക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രിയുടെ പ്രഖ്യാപനം. എന്നിട്ടും നിരവധി പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് പാലം പണിക്ക് പിന്നീട് ജീവൻ വെച്ചത്. ഇതിനിടെ നിരവധി തവണ വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്തെന്ന സവിശേഷതയും പുതിയ പാലത്തിനുണ്ട്. കനോലി കനാലിന് കുറുകെ 195 മീറ്റർ നീളവും 11 മീറ്റർ വീതിയിലുമായിരുന്നു പാലത്തിന്റെ നിർമ്മാണം. ഇതിൽ കനാലിന്റെ ഇരുവശങ്ങളിലുമുള്ള ഭാഗത്ത് കോൺക്രീറ്റും പൂർത്തിയായി കഴിഞ്ഞു. ഇതിനിടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചുള്ള നിർമ്മാണ രീതി കടന്നു വന്നിരിക്കുന്നത്. പാലത്തിന്റെ സമീപത്തുള്ള നടപ്പാതയുടെ നിർമ്മാണത്തിലടക്കം അശാസ്ത്രീയത തെളിഞ്ഞു കഴിഞ്ഞു. പാലത്തിൽ നിന്ന് റോഡിലേക്ക് വരുന്ന ഘട്ടത്തിൽ റോഡിന് നടുവിലായി ഉയരുന്ന പില്ലറിലും ആശങ്കകൾ ഏറെയാണ്. ഈ കനോലി കനാലിന്റെ ജലനിരപ്പിൽ നിന്ന് 6 മീറ്റർ ഉയരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 6 മീറ്റർ ഒരിക്കലും അത് പാടില്ല. 3.6 മീറ്റർ മിനിമം മതി. മുഹമ്മദ് റിയാസിന്റെ കുറേ ബിനാമികൾക്ക് ഇങ്ങനെ കരാറും കൊടുത്ത് ജനങ്ങളുടെ ജീവനും അതേപോലെ തന്നെ വാഹനത്തിനൊക്കെ അപകടവും അത്യാഹിതം ഉണ്ടാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. നേരെ താഴെ പോയാൽ ഈ ജംഗ്ഷനില്ല ഇപ്പോൾ പറയുന്ന കാര്യം, അവിടെ 0.8 മീറ്റർ നടു റോട്ടിൽ ഒരു ജംഗ്ഷനിൽ ഉയർത്താൻ പോവുകയാണ്. എങ്ങനെ സാധിക്കുക? റെയിൽവേ സ്റ്റേഷൻ, തളി, കല്ലായി എന്നിവിടങ്ങളിൽ നിന്ന് മിനി ബൈപ്പാസിലേക്ക് എത്തിച്ചേരാൻ പാലത്തിലൂടെ എളുപ്പത്തിൽ സാധിക്കും. ബി.ജെ.പി. കോഴിക്കോട് ജില്ലാ സിറ്റി അധ്യക്ഷൻ പ്രകാശ് ബാബുവും ബി.ജെ.പി. കൗൺസിലർമാരും വലിയ പാലം സന്ദർശിച്ചു. നിർമ്മാണത്തിലെ അപാകത പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. ജനം, കോഴിക്കോട്.